പുറത്ത് നല്ല മഴ. അപ്പോൾ ചെറിയൊരു പൂതി, ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അപ്പം നടക്കണം അല്ലേ. നല്ല പഴുത്ത ചൂനിയൻ മുളക് പൊട്ടിച്ച് കുശാലായിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ നമുക്ക് ചെറിയ ആഗ്രഹങ്ങളല്ലേ, അതൊക്കെ നമുക്ക് നടക്കാവുന്നുള്ളൂ അല്ലേ. നല്ല പഴുത്ത ചൂനിയൻ മുളക് എന്തായാലും വേണ്ടില്ല. നല്ല കതിര് തളിര് വേപ്പിൻ്റെ അരിയും പൊട്ടിച്ച് എന്തായാലും സൂപ്പർ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. ചുവന്നുള്ളിയും കോൽപ്പുളിയും ചുനിയമുളകും ഉപ്പും വേപ്പിൻ്റെ ഇലയും കൂട്ടിയിട്ട് നല്ലൊരു ചമ്മന്തി. ഉപ്പും പുളിയും ചുനിയമുളകും എല്ലാതും കൂടി ഇട്ടിട്ടൊരു ചതക്കട്ടെ മക്കളെ. ചതച്ച് പാകമായി വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി നല്ല പോലെ അങ്ങ് ചതയ്ക്കാം. സൂപ്പറായി ചതച്ച് പുളിയും ചുനിയമുളകും ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇലയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് അടിപൊളി ഒരു ചമ്മന്തി. ആവി പറക്കുന്ന ചൂടുള്ള ചോറും പയറുപ്പേരിയും ചുനിയമുളക് ചമ്മന്തിയും പപ്പടം എനിക്ക് നിർബന്ധം. എന്ത് കറിയില്ലെങ്കിലും പപ്പടം എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പം നമുക്ക് കഴിക്കുക. വലിയ വിഭവങ്ങളൊന്നും വേണ്ട, ചൂടുള്ള ചോറും പയറുപ്പേരിയും പപ്പടം നല്ല ചുനിയമുളകിട്ട ചമ്മന്തി ഒരു ഒന്നൊന്നര ടേസ്റ്റാണ് മക്കളെ. നിങ്ങളൊന്ന് കഴിച്ച് നോക്കട്ടെ. വലിയ വിഭവങ്ങളൊന്നും വേണ്ട. ഇത് കഴിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഇതൊന്നും കിട്ടാതെ ഇതിനടുത്ത ഭക്ഷണത്തിന് വേണ്ടി എന്തോരം ആൾക്കാർ വിഷമിക്കുന്നില്ലേ. അപ്പം ഇതൊക്കെ നമുക്ക് ഏറ്റവും വലിയ അമൃതമാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇതൊക്കെയാണ്. ചുവന്നുള്ളിയിൽ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ഒന്നൊന്നര ടേസ്റ്റാണ് മക്കളെ. എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇതൊക്കെയാട്ടാ. എത്ര കഴിച്ചാലും മതി വരില്ല. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. ഇന്നത്തെ ഭക്ഷണം കൂശാൻ. ഓക്കെ.